ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹോംലി ട്രെൻഡ്സ്. ഓൺലൈനിലൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി കണ്ടിട്ടുള്ള ഈ ഒരു ടൈപ്പ് ഫ്രോക്കാണെന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഈ ട്രെൻഡി ആയിട്ടുള്ള ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നെറ്റ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു 1.5 മീറ്റർ തുണിയാണ് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഫ്രോക്കിന് എത്ര ലെങ്ത്ത് അഥവാ നമുക്ക് ഇറക്കം എത്ര വേണമെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ മെറ്റീരിയലൊന്ന് അടയാളപ്പെടുത്തിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിൻ്റെ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് റണ്ണിങ് സ്റ്റിച്ചിൽ ഇതുപോലെ നെറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്നുകൊണ്ട് വലിച്ചിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ആക്കി എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്ത് എത്രയും വിഡ്ത്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ലെങ്ത്തിൽ നമ്മൾ ഈ ഒരു ക്ലോത്ത് എടുക്കുക. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ കുഞ്ഞു കുഞ്ഞു ഞൊറിവുകളായിട്ടൊന്ന് എടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്കുള്ള ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ത്രെഡ് ഇതിൽ നിന്ന് വലിച്ചൂരി കളഞ്ഞിട്ടില്ല. ഇത് നമുക്ക് ഈ ഒരു ലൈനിങ് വെച്ചതിന് ശേഷം കളഞ്ഞാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ ആ ഒരു ഈ പ്ലീറ്റ്സ് ഒന്നും ഇതിൽ നിന്ന് മാറിപ്പോവില്ലല്ലോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു സ്റ്റിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റിച്ചിങ്ങൊക്കെ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഫ്രോക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഫ്രോക്ക് ഞാൻ ഒരുപാടായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അതിനൊരു ടൈമൊക്കെ കിട്ടിയത്. ഓൺലൈൻ ഷോപ്പിങ്ങിലൊക്കെ ഒരുപാട് റേറ്റ് വരുമല്ലോ. നമുക്ക് ഈ ഒരു മെറ്റീരിയലിനെന്ന് പറയുമ്പോൾ ഒരു 50 രൂപയിൽ താഴെ മീറ്ററിന് വില വരുന്നുള്ളൂ ഈ ഒരു നെറ്റിന്. പിന്നെ ലൈനിങ്ങൊക്കെ വളരെ കുറച്ച് ലൈനിങ് മതി. നമ്മളെ കയ്യിലുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ലൈനിങ് ഏതാണെന്ന് വെച്ചാൽ അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഈ പ്ലീറ്റ്സും ലൈനിങ്ങും എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ 2 പാർട്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ രണ്ടും ഒന്ന് ലൈനിങ് ഇട്ട് കൊടുക്കാം. ഒരു ഫ്രോക്കൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതൊന്നും ഇപ്പോൾ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന്. പക്ഷേ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മനസ്സിരുത്തിയിട്ടൊന്ന് ചിന്തിച്ചിട്ടൊന്ന് ട്രൈ ചെയ്താൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാം. ഞാനിപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ടൈപ്പ് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പാളിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ടാവുമല്ലോ യൂട്യൂബിൽ. അതൊക്കെ നോക്കിയിട്ട് നമുക്കൊക്കെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ലൈനിങ് കൊടുത്തിട്ടുള്ള ഈ ഒരു ക്ലോത്തിൻ്റെ താഴ്ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നെറ്റിൻ്റെ ക്ലോത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ അതുപോലെ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും നമ്മൾ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് വരുന്നത് എലാസ്റ്റിക് ആണല്ലോ. അപ്പോൾ നമ്മൾ ആ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 2.5 ഇഞ്ച് വിഡ്ത്തിൽ നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണോ വെച്ചാൽ അത്രയും ലെങ്ത്തിൽ നമ്മളൊരു പീസ് ഇവിടെ ലൈനിങ് പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇതിൽ ജസ്റ്റ് ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുള്ളിലേക്ക് നമ്മൾ മറിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിലിപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്ലീറ്റ്സ് ഒന്നും അങ്ങനെ ഇങ്ങനെയൊന്നും ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വല്ലാണ്ട് അങ്ങോട്ട് കിട്ടൂല. ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ മെയിനായിട്ടുള്ള റൂൾസൊന്നും നോക്കിയിട്ടല്ല ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഉള്ളിലോട്ടൊന്ന് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നെറ്റിൽ ഈ സ്റ്റിച്ച് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിങ്ങനെ ഒന്നുകൊണ്ട് മാറ്റി വെച്ചിട്ട് ലൈനിങ്ങിൽ മാത്രം സ്റ്റിച്ച് വരുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
നെറ്റിലേക്ക് സ്റ്റിച്ച് വന്നാൽ ഈ ഒരു ഫ്രോക്കിൻ്റെ ഭംഗി വല്ലാണ്ട് അങ്ങോട്ട് എന്തൊക്കെയോ ആയിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനൊന്നും അങ്ങനെ കറക്റ്റായിട്ട് അറിയാത്തവർക്ക് അഥവാ ഇങ്ങനെ മെഷർമെൻറ്റ്സൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഫ്രോക്സൊക്കെ ഒരുപാട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇനി വലിയവർക്കാണെങ്കിലും മെഷർമെൻറ്റ്സൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പൊക്കെ ആയിട്ട് അഥവാ കുർത്തീസൊക്കെ ആയിട്ട് ചെയ്യാം. ഇതിന് മുകളിൽ ഷ്രഗൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞൊരു സ്കേർട്ടൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. നെക്സ്റ്റ് ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സേഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ സ്കേർട്ടിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ രണ്ട് ഭാഗത്തേക്കുള്ള പാർട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു ടൈമിൽ നന്നായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇത് മെയിനായിട്ട് ഇത് ഷോ വരുന്ന ഭാഗമാണല്ലോ, മുകളിലേക്കാണല്ലോ ഈ സ്റ്റിച്ച് വരുന്നത്. അപ്പോൾ ഈ പ്ലീറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ത്രെഡൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞു കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആ പ്ലീറ്റ്സൊക്കെ അവിടെ കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ രണ്ട് പാർട്ടൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ പോകുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ സ്ലീവ് ഒന്നും വെച്ച് കൊടുക്കുന്നില്ല. അതിന് പകരം ഇതുപോലെ നെറ്റ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഈ കുറഞ്ഞ വീതിക്കുള്ള എലാസ്റ്റിക്കാണ് കേട്ടോ. കുറഞ്ഞ വീതി എന്ന് പറയുമ്പോൾ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ അതിൽ താഴെയുള്ളൊരു എലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 ഇഞ്ച് ആയാലും മതി. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5-2 ഇഞ്ചോളം വിഡ്ത്തിലാണ് ഈ ഒരു നെറ്റ് പീസ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണ് സ്ലീവിന് വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വള്ളി പോലെ ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു സ്ലീവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ ഈ ഒരു സ്ലീവ് തന്നെയാണ് കേട്ടോ. കാണാൻ നല്ലൊരു ഭംഗിയാണ് ഈ ഒരു ഫ്രോക്കിൽ. അപ്പോൾ അതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൽ മെയിനായിട്ട് മെഷർമെൻറ്റ്സ് ഒന്നും പറയുന്നില്ല കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു വള്ളിയുടെയൊക്കെ ലെങ്ത് ആണെങ്കിലും ഒക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ട് ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്തത് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്രോക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പാർട്ടി വെയർ ഫ്രോക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ചുകൂടെ പ്ലീറ്റ്സ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെറ്റിൽ തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഒട്ടും മടിക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.